ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് നന്നായി ഈസിയായി സംസാരിക്കാൻ ഇംഗ്ലീഷ് വൊക്കാബുലറി ആവശ്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറി പരിചയപ്പെടുകയാണ്. ആ വാക്കുകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ബാലെ, അക്മി, ഡെയർ, കംഫർ ആൻഡ് ബാലറ്റ്. നമുക്ക് ഈ വാക്കുകൾ വൺ ബൈ വൺ ആയിട്ട് ഉദാഹരണ സഹിതം പരിചയപ്പെടാം. ആദ്യത്തെ വാക്കാണ് ബാലെ. ഈ വാക്ക് നൗണായിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം സംഘനൃത്തം അല്ലെങ്കിൽ കൂട്ടനൃത്തം എന്നാണ്. എ ഡാൻസ് ഇൻ വിച്ച് സെവറൽ പീപ്പിൾ ടേക്ക് പാർട്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഈ വാക്ക് വിശദമായി പരിചയപ്പെടാം. ആദ്യത്തെ സെൻറ്റൻസ് ആണ് ഹാവ് യു എവർ സീൻ എ ബാലെ ബിഫോർ. എവർ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും. സീ കാണുക, ബിഫോർ മുമ്പ്. മുൻപ് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ബാലെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ ബാലെ ബിഫോർ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി സ്റ്റഡീഡ് ബാലെ ഫോർ 6 years. സ്റ്റഡി എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുക എന്നാണ്. സ്റ്റഡീഡ് പഠിച്ചു. 6 years 6 വർഷം. 6 വർഷം അവൻ ബാലെ പഠിച്ചു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഹി സ്റ്റഡീഡ് ബാലെ ഫോർ 6 years. അടുത്തൊരു എക്സാമ്പിളാണ് ഐ ട്രെയിൻഡ് ആസ് എ ബാലെ ഡാൻസർ. ട്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശീലിക്കുക. ട്രെയിൻഡ് പരിശീലിച്ചു. ബാലെ ഡാൻസർ ബാലെ നർത്തകൻ. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ ബാലെ നർത്തകനായി പരിശീലിച്ചു എന്നാണ്. ഐ ട്രെയിൻഡ് ആസ് എ ബാലെ ഡാൻസർ. അപ്പോൾ നിങ്ങൾക്ക് ബാലെ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. സംഘനൃത്തം അല്ലെങ്കിൽ കൂട്ടുനൃത്തം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എ ഡാൻസ് ഇൻ വിച്ച് സെവറൽ പീപ്പിൾ ടേക്ക് പാർട്ട്. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കാണ് അക്മി. ഈ വാക്ക് നൗണായിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം മൂർധന്യാവസ്ഥ അല്ലെങ്കിൽ പരിപൂർണത, പാരമ്യം, ദ ഹയസ്റ്റ് പോയിന്റ് ഓർ ദ ക്രൈസിസ് ഓഫ് എനിത്തിങ്. നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഈ വാക്ക് വിശദമായി പരിചയപ്പെടാം. ആദ്യത്തെ സെൻറ്റൻസ് ആണ് ചാപ്ലിൻ സിറ്റി ലൈറ്റ്സ് മാർക്ഡ് ദി അക്മി ഓഫ് ഹിസ് ഫിലിം മേക്കിംഗ് കരിയർ. മാർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളപ്പെടുത്തുക എന്നാണ്. ഫിലിം മേക്കിംഗ് കരിയർ സിനിമാ ജീവിതം. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ചാപ്ലിൻ്റെ സിറ്റി ലൈറ്റ്സ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയമായി എന്നാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടു ആക്ട് ഓൺ ഹിസ് മൂവി ഈസ് ഷുവർലി ദി അക്മി ഓഫ് എനി ആക്ടേഴ്സ് കരിയർ. ആക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം അഭിനയിക്കുക എന്നാണ്. ഷുവർലി തീർച്ചയായും. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം അവൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നത് ഏതൊരു നടൻ്റെയും കരിയറിലെ ഏറ്റവും വലിയ നേട്ടമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നാണ്. ടു ആക്ട് ഓൺ ഹിസ് മൂവി ഈസ് ഷുവർലി ദി അക്മി ഓഫ് എനി ആക്ടേഴ്സ് കരിയർ. മറ്റൊരു എക്സാമ്പിളാണ് ഫിസിക്സ് ഈസ് ദി അക്മി ഓഫ് സയൻറ്റിഫിക് നോളജ്. ഫിസിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭൗതികശാസ്ത്രം. സയൻറ്റിഫിക് നോളജ് ശാസ്ത്രവിജ്ഞാനം. ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളജിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് ആണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഫിസിക്സ് ഈസ് ദി അക്മി ഓഫ് സയൻറ്റിഫിക് നോളജ്. നിങ്ങൾക്ക് അക്മി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. മൂർധന്യാവസ്ഥ അല്ലെങ്കിൽ പരിപൂർണത അല്ലെങ്കിൽ പാരമ്യം, ദ ഹയസ്റ്റ് പോയിൻ്റ് ഓർ ദ ക്രൈസിസ് ഓഫ് എനിത്തിങ് എന്നാണ്. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കാണ് ഡെയർ. ഡെയർ എന്ന വാക്ക് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം ധൈര്യപ്പെടുക അല്ലെങ്കിൽ മുതിരുക. ബി ബോൾഡ് ഇനഫ് ടു ഓർ വെഞ്ചർ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളാണ് എവ്രി വൺ ഇൻ ദ ഓഫീസ് കംപ്ലൈൻസ് ദാറ്റ് ഹി സ്മെൽസ് ഓഫുൾ ബട്ട് നോബഡി ഡെയർസ് ടു മെൻഷൻ ഇറ്റ് ടു ഹിം. കംപ്ലൈൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പരാതിപ്പെടുക. ഓഫുൾ അസഹനീയമായ, സ്മെൽ മണം. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഓഫീസിലെ എല്ലാവരും അയാൾക്ക് അസഹനീയമായ മണമുണ്ടെന്ന് പരാതിപ്പെടുന്നു, പക്ഷേ ആരും അത് അവനോട് പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ്. എവ്രി വൺ ഇൻ ദ ഓഫീസ് കംപ്ലൈൻസ് ദാറ്റ് ഹി സ്മെൽസ് ഓഫുൾ ബട്ട് നോബഡി ഡെയർസ് ടു മെൻഷൻ ഇറ്റ് ടു ഹിം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഡെയർ നോട്ട് ടു ഡു സച്ച് എ തിങ്. സച്ച് എ തിങ് അങ്ങനെ ഒരു കാര്യം. ഡെയർ ധൈര്യപ്പെടുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഐ ഡെയർ നോട്ട് ഡു സച്ച് എ തിങ്. ഈ വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് ഡെയറിങ്, ധൈര്യപ്പെടുന്ന അല്ലെങ്കിൽ ബ്രേവ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് എ ഡെയറിങ് റോബറി. ഡെയറിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യപ്പെടുന്ന, റോബറി കവർച്ച. അത് ധൈര്യപ്പെടുന്ന ഒരു കവർച്ചയായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇറ്റ് വാസ് എ ഡെയറിങ് റോബറി. ഇനി നമുക്ക് ഡെയർ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെക്കാബുലറി പരിചയപ്പെടാം. എ ഡെയറിങ് ഡെവിൾ അതിസാഹസികൻ. എ പേഴ്സൺ ഹൂ ഡസ് ഡേഞ്ചറസ് തിങ്സ് ആൻഡ് ടേക്ക് റിസ്ക്. അതിസാഹസികൻ എ ഡെയറിങ് ഡെവിൾ. നമുക്ക് അടുത്ത വാക്ക് പരിചയപ്പെടാം. അടുത്ത വാക്കാണ് കംഫർ. ഈ വാക്ക് നൗണായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം കർപ്പൂരം.
എ വൈറ്റ് സ്ട്രോങ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ട്രീ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളാണ് സ്മെൽ ഓഫ് സോപ്പ് ആൻഡ് കംഫർ. സ്മെൽ എന്ന വാക്കിൻ്റെ അർത്ഥം മണം എന്നാണ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം സോപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണം. സ്മെൽ ഓഫ് സോപ്പ് ആൻഡ് കംഫർ. അടുത്ത സെൻറ്റൻസ് ആണ് ഐ സ്മെൽഡ് കംഫർ ആൻഡ് ലുക്ക്ഡ് അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് സൺ റിഫ്ലക്റ്റിംഗ് ഗ്ലാസസ് ഓഫ് മൈ അങ്കിൾ. സ്മെൽഡ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മണത്തു. ബ്രൈറ്റ് തിളങ്ങുന്ന. സൺ റിഫ്ലക്റ്റിംഗ് ഗ്ലാസസ് സൂര്യപ്രകാശം പ്രതിഫലിക്കുന്ന കണ്ണട. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ കർപ്പൂരം മണത്ത് അല്ലെ കർപ്പൂരഗന്ധം മണത്ത് തിളങ്ങുന്നതും സൂര്യപ്രകാശം പ്രതിഫലിക്കുന്ന അമ്മാവൻ്റെ കണ്ണടയിലേക്ക് നോക്കി എന്നാണ്. ഐ സ്മെൽഡ് കംഫർ ആൻഡ് ലുക്ക്ഡ് അപ്പ് ഇൻ ടു ദ ബ്രൈറ്റ് സൺ റിഫ്ലക്റ്റിംഗ് ഗ്ലാസസ് ഓഫ് മൈ അങ്കിൾ. അടുത്തൊരു എക്സാമ്പിളാണ് പുട്ടിംഗ് കംഫർ ബോൾസ് ഇൻ എ വാർഡ്രോബ് ക്യാൻ പ്രിവെൻറ്റ് മോത്ത്സ്. പുട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഇടുക എന്നാണ്. വാർഡ്രോബ് അലമാര. പ്രിവെൻറ്റ് തടയുക. മോത്ത് നിശാശലഭം. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം കർപ്പൂര ഉരുളകൾ അലമാരയിൽ ഇടുന്നത് നിശാശലഭം വരുന്നത് തടയും എന്നാണ്. പുട്ടിംഗ് കംഫർ ബോൾസ് ഇൻ എ വാർഡ്രോബ് ക്യാൻ പ്രിവെൻറ്റ് മോത്ത്സ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ അർത്ഥം കർപ്പൂരം എന്നാണ്. എ വൈറ്റ് സ്ട്രോങ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ട്രീ. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കാണ് ബാലറ്റ്. ഈ വാക്ക് നമ്മൾ നൗണായിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള കടലാസ് എന്നാണ്. എ പീസ് ഓഫ് പേപ്പർ യൂസ്ഡ് ഇൻ വോട്ടിംഗ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റെപ്രസെൻറ്റേറ്റീവ്സ് വെയർ എലക്റ്റഡ് ബൈ ബാലറ്റ്. റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനപ്രതിനിധികൾ എന്നാണ്. എലക്റ്റ് തിരഞ്ഞെടുക്കുക. ബാലറ്റ് വോട്ടെടുപ്പ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വോട്ടെടുപ്പിലൂടെയാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത് എന്നാണ്. റെപ്രസെൻറ്റേറ്റീവ്സ് വെയർ എലക്റ്റഡ് ബൈ ബാലറ്റ്. മറ്റൊരു എക്സാമ്പിളാണ് എവ്രി വൺ കാസ്റ്റ് ഹിസ് ഓർ ഹെർ ബാലറ്റ് ഇൻ സീക്രട്ട്. കാസ്റ്റ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക. ഇൻ സീക്രട്ട് രഹസ്യമായി. എവ്രി വൺ എല്ലാവരും. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എല്ലാവരും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വോട്ടുകൾ അല്ലെങ്കിൽ ബാലറ്റ് രഹസ്യമായി രേഖപ്പെടുത്തുന്നു എന്നാണ്. എവ്രി വൺ കാസ്റ്റ് ഹിസ് ഓർ ഹെർ ബാലറ്റ് ഇൻ സീക്രട്ട്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഡിസൈഡഡ് ടു ഹോൾഡ് എ ബാലറ്റ്. ഡിസൈഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തീരുമാനിച്ചു. ഹോൾഡ് നടത്താൻ. അവർ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ദേ ഡിസൈഡഡ് ടു ഹോൾഡ് എ ബാലറ്റ്. ഇനി നമുക്ക് ബാലറ്റ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെക്കാബുലറി പരിചയപ്പെടാം. ടു ടേക്ക് എ ബാലറ്റ് വോട്ട് ചെയ്ത് തീരുമാനിക്കുക അല്ലെങ്കിൽ വോട്ടിനിടുക. ടു ഡിസൈഡ് ബൈ വോട്ടിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ബാലറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നൗണായിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള കടലാസ് എന്നാണ്. എ പീസ് ഓഫ് പേപ്പർ യൂസ്ഡ് ഇൻ വോട്ടിംഗ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ആ വാക്കുകളൊന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യത്തെ വാക്കാണ് ബാലെ. ഇതൊരു നൗണായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം സംഘനൃത്തം അല്ലെങ്കിൽ കൂട്ടനൃത്തം. എ ഡാൻസ് ഇൻ വിച്ച് സെവറൽ പീപ്പിൾ ടേക്ക് പാർട്ട്. അടുത്ത വാക്കാണ് അഗ്നി. ഇതൊരു നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം മൂർധന്യാവസ്ഥ അല്ലെങ്കിൽ പരിപൂർണത അല്ലെങ്കിൽ പാരമ്യം. ദ ഹയസ്റ്റ് പോയിൻറ്റ്, ദ ക്രൈസിസ് ഓഫ് എനിത്തിങ്. അടുത്ത വാക്കാണ് ഡെയർ. ഡെയർ ഒരു വേർബായിട്ടൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം ധൈര്യപ്പെടുക അല്ലെങ്കിൽ മുതിരുക എന്നാണ്. ബി ബോൾഡ് ഇനഫ് ടു ഓർ വെഞ്ചർ. അടുത്ത വാക്കാണ് കംഫർ. ഇതൊരു നൗണായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം കർപ്പൂരം എന്നാണ്. അവസാനത്തെ വാക്കാണ് ബാലറ്റ്. ഇതൊരു നൗണായിട്ടൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള കടലാസ് എന്നാണ്. എ പീസ് ഓഫ് പേപ്പർ യൂസ്ഡ് ഇൻ വോട്ടിംഗ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാക്കുകൾ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.